ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മേ ബി അതൊരു ഷെയ്ക്ക് ഔട്ട് ആവാം, ഒരു റീട്രേസ്മെൻ്റ് ആവാം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. ഈവൻ ഹെഡിങ് തന്നെ അതായിരുന്നു, ഒരു ഷെയ്ക്ക് ഔട്ടിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സിന് എടുക്കാൻ, ഒരു റീട്രേസ്മെൻറ്റിന് വരാനുള്ള ചാൻസാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് എക്സാക്റ്റ് മാർക്കറ്റ് കുറച്ച് നേരം നല്ല കൺസോൾട്ടേഷൻ ചെയ്തു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഈവൻ ആ 22,900 ഒന്ന് ബ്രേക്ക് ചെയ്തു താഴേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് നോക്കാം എവിടെ വെച്ച് നമുക്കൊരു റിവേഴ്സ് ട്രേഡിന് വേണ്ടി ഒന്ന് പുഷ് ചെയ്യാം. അതല്ല അപ്പോൾ ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്താലാണ് നമുക്ക് ഇനി ഒരു റിവേഴ്സ് ട്രെൻഡ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണം. എവിടെയായിരിക്കും നമുക്കൊരു റിവേഴ്സ് ട്രെൻഡിന് വേണ്ടി പോവുക, അതല്ല എങ്കിൽ നമുക്ക് എവിടെയായിരിക്കണം നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാവാൻ, അതായത് നമ്മുടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ലെവൽസ് എവിടെയാണെന്നുള്ളത് നമുക്കിന്ന് എന്തായാലും അതും കൂടി നോക്കാം. അതോടൊപ്പം തന്നെ നമ്മളിന്ന് നിഫ്റ്റി ചെയ്തിരുന്നു. ഈവൻ ഞാൻ ലൈവ് ട്രേഡിൽ വന്നപ്പോൾ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.1% പ്ലസ് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് ലാസ്റ്റത്തെ ആ ഒരു ചെറിയ ഫാൾ ഈവൻ നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ മേ ബി ഒരു 3 to 5% നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടും. ബട്ട് ഓവറോൾ എൻഡ് ചെയ്തത് നമുക്ക് പ്രോഫിറ്റിൽ തന്നെയായിരുന്നു. ഞാൻ ലൈവ് മാർക്കറ്റിലും വന്നു. കുറച്ച് പേരോടൊക്കെ പറഞ്ഞു, അപ്പോൾ ഡയറക്റ്റ് അവർക്ക് എടുക്കാൻ കുറച്ചും കൂടി നല്ല ക്ലാസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി കോൾ ബട്ടർഫ്ലൈയുടെ ഒക്കെ ബെനിഫിറ്റ്സ് നമുക്ക് പറയാം. അതോടൊപ്പം നമുക്ക് എങ്ങനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടി ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചു, മീൻസ് നമുക്കത് ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ലൈവ് മാർക്കറ്റ് തുടങ്ങിയത്. ബട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യണം, സേഫായിട്ട് ട്രേഡ് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. ഡയറക്റ്റ് പോയി ഓപ്ഷൻ ബൈയിങ് കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ലെവൽസ് വെച്ചിട്ട് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ്. ഈവൻ ഞാൻ അതിൻ്റെ പ്രോഫിറ്റ് അടക്കം ഞാൻ ടെലിഗ്രാമിലും നമ്മുടെ ലൈവ് മാർക്കറ്റിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ട്രേഡിങ് മുന്നോട്ടുണ്ടാവാം. ഈവൻ ഒരു നേക്കഡ് ബൈയിനെയും കാട്ടും, അതായത് നേക്കഡ് ബൈയിങ്ങിലാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് പ്രീമിയത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, പ്രീമിയം സ്പൈക്കിങ് വരാനുണ്ട്, പ്രീമിയം ലോ വരാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യണം. നമുക്കറിയാം ഈ ലെവൽസിലേക്കൊക്കെ മാർക്കറ്റ് വരും. ബട്ട് നമുക്ക് ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ ഒരു പേടിയാണ്, എങ്ങനെയാണ് ആ ലെവൽസിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. ഒരു നേക്കഡ് ബൈയിങ്ങിൽ വരുന്ന ഒരു ഫിയർ എപ്പോഴും ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് ഇടും, സ്റ്റോപ്പ് ലോസ് അണ്ടയും, പിന്നെ മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. മീൻസ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളങ്ങനെയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കുക. നിങ്ങൾക്കത് പ്രോഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കുക. അതല്ല എങ്കിൽ നമുക്ക് ലൈവ് ട്രേഡിങ്ങിൽ വന്നാൽ കുറച്ചും കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതോടൊപ്പം തന്നെ ക്ലാസ്, മീൻസ് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് പേര് അതിന് മീൻസ് മാക്സിമം മെജോറിറ്റി ആൾക്കാർ നമുക്കതിന് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു PDF ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു ഈസി ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അതിലെന്തായാലും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കുറവായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഡിമാൻഡ് സോൺ എല്ലാ ദിവസവും പറയുന്ന മാതിരിയൊക്കെ അപ്ഡേറ്റ് ചെയ്തു. ഇതായിരുന്നു നമ്മളെടുത്ത ഒരു മീൻസ് കോൾ ബട്ടർഫ്ലൈയിൽ ഒരു സെൽ ലെഗ് ഉണ്ടാവും, 2 ബൈ ലെഗ് ഉണ്ടാവും. അത് 22,000 നിഫ്റ്റി ആണെന്ന് എക്സ്പയറിക്കാണ് നമ്മൾ ആ കോൾ ബട്ടർഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 1.1% ആണ്. ഇപ്പോൾ സിംഗിൾ ലോട്ട് നോക്കുകയാണെങ്കിൽ 358 പ്രോഫിറ്റ് കിട്ടുന്നത്. ഈസി പ്രോഫിറ്റാണ്. നമുക്ക് ലോസ് വന്നാൽ ലിമിറ്റഡ് ആയിരുന്നു നമ്മുടെ ലോസ്. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിലൊക്കെ പറയാനുള്ളത് അതാണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ ഇത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് കാണാനും ശ്രമിക്കുക.
ക്വിക്കായിട്ട് തന്നെ ഇൻട്രാഡേ അനാലിസിസിൽ ഇത് നിഫ്റ്റി വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ലാസ്റ്റ് ഡിമാൻഡ് സോണിൽ വന്നു, പിന്നെ ഒരു പുൾ ബാക്കിന് വേണ്ടി ശ്രമിച്ചു. ബട്ട് ആ ഒരു റെസിസ്റ്റൻസിൽ തന്നെയാണ് പോയത്. പിന്നെ ലാസ്റ്റ് ഡിമാൻഡ് സോണിലാണ് നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ബേസ് അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് OA ചാർട്ട് ഒന്ന് നോക്കിയിട്ട് ക്വിക്കായിട്ട് OA ചാർട്ട് നോക്കാം. നിഫ്റ്റി നിഫ്റ്റി 30th May എക്സ്പയറി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 23,000. ഇന്നലെ വരെ നോക്കുമ്പോൾ 23,000 നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നമുക്ക് ലാർജ് കോൾ റൈറ്റിംഗ് കാണാൻ കഴിയുന്നുണ്ട്. സ്ലൈറ്റ്ലി ഒരു അൺവൈൻഡിങ്ങും കാണാൻ കഴിയുന്നുണ്ട് പുട്ട് ഓപ്ഷനിൽ. ദെൻ ബാക്കി എല്ലാ സ്ഥലത്തും ലാർജ്ലി പുട്ട് ഓപ്ഷനൊന്നും വന്നില്ല. ബട്ട് കുറച്ച് കോൾ റൈറ്റിങ്ങും എല്ലാ സ്ട്രൈക്കിലും വരുന്നുണ്ട്. ആൻഡ് 22,800 22,700 പുട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെയും കോൾ റൈറ്റിംഗ് വരുന്നുണ്ട്. കുറച്ചൊന്ന് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ലാർജ് സപ്പോർട്ട് നമുക്ക് 22,500 തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ല. നമുക്ക് 22,800 to 22,700 ഒരു സോണുണ്ട്. അപ്പോൾ ആ സോണിനൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് 23,000 നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് നമുക്ക് അവിടെ കോൾ റൈറ്റിംഗ് ആണ് അവിടെ നമുക്ക് കുറഞ്ഞിട്ടും പുട്ട് റൈറ്റിംഗ് ആയിരുന്നു ഹെവി ആയിട്ട് നിന്നത്. അതിലൊരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ബിക്കോസ് കോൾ റൈറ്റിംഗ് കുറച്ചൊന്ന് ഹ്യൂജായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പുട്ട് റൈറ്റിംഗ് സ്ലൈറ്റ്ലി ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ചേഞ്ച് ആയി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം നോക്കുക. അപ്പോൾ അതാണ് OAയിൽ നമുക്ക് നിഫ്റ്റിയുടെ OAയിൽ പറയാനുള്ളത്. ഈവൻ താഴേക്കൊക്കെ നമുക്ക് വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് PCR കൂടി നോക്കുകയാണെങ്കിൽ PCR 0.93 ആണ്. കുറച്ചൊരു ബുള്ളിഷ് PCR കാണുന്നത്. ബട്ട് നോക്കാം. ആൻഡ് എവേ 23ൻ്റെ എവേ നമുക്ക് ലാർജ് കോൾ റൈറ്റിംഗ് ഒന്നും സ്റ്റിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ 23 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 23,100 to 23,200 വരെയും പോകാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഒരു ഗ്യാപ്പ് അപ്പ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് വന്നു. 49,500 പിന്നെയും ഒന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഒന്ന് ലാർജായിട്ടൊന്ന് ഫോളോ ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് ആ ഒരു ലെവൽസിൽ ഇൻസൈഡ് ദ സോണിൽ നല്ല രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ ഇൻട്രാഡേ അനാലിസിസ് എന്ന് പറയാനുള്ളത്. ആ ഒരു ഇന്നലെ തൊട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ മാർക്കറ്റ് മാക്സിമം കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനിയുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതിന് മുമ്പ് നമുക്ക് OA അനാലിസിസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാക്സിമം നമുക്ക് പെട്ടെന്ന് തന്നെ ലാർജ് ടൈം ഫ്രെയിമിൻ്റെ ഉള്ള അനാലിസിസ് ആണ് നോക്കുക. അതാണ് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ് ദ മണിയിലൊന്നും ബാങ്ക് നിഫ്റ്റി അറ്റ് ദ മണിയിലൊന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഓപ്ഷൻസും വർക്ക് ചെയ്തിട്ടില്ല. മീൻസ് OA അനാലിസിസ് ലാർജ് കോൾ റൈറ്റിങ്ങോ എവിടെയും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ലാർജ് കോൾ റൈറ്റിംഗ് സ്റ്റില്ലുള്ളത് 49,500 തന്നെയാണ്. ഈവൻ അവിടെ സ്ലൈറ്റ്ലി ഒരു ഇന്ന് കുറച്ച് പുട്ട് അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. ആൻഡ് 49,400 അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കോൾ റൈറ്റിംഗ് സെയിം ആയിട്ട് നോക്കുമ്പോൾ പുട്ട് റൈറ്റിങ്ങും ഓൾമോസ്റ്റ് എല്ലായിടത്തും വരുന്നുണ്ട്. ലാർജ് പുട്ട് റൈറ്റിംഗ് എവിടെയും വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു കൺസേൺ ആയിട്ടുള്ളത്. ബട്ട് നമുക്ക് എന്താ പറയുക, ഈ ഒരു ലെവൽ 49,000 എന്നുള്ള ലെവൽ മാക്സിമം ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീക്ക്നെസ് ഫീൽ ആവുന്നുണ്ട്. ബട്ട് ഒരു ലാർജ് കോൾ റൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ ലെവൽ 49,500 തന്നെയാണ് അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ലെവൽ ബട്ട് ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഒന്ന് കൂടി വന്നിട്ടുണ്ട്. 49,500 സപ്പോർട്ടാണ് കുറച്ച് ലോ ആയിട്ട് വന്നേക്കുന്നത്. 49,000 സ്റ്റിൽ ഹോൾഡ് ചെയ്യും എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് കുറച്ച് കോൾ റൈറ്റിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൾ റൈറ്റിങ്ങിനെയും കൂടി അവിടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കോൾ റൈറ്റിംഗ് അവിടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബട്ട് അവിടെ ലോ ആണ് കോൾ റൈറ്റിംഗ് ഉള്ളത്. അപ്പോൾ പുട്ട് റൈറ്റിംഗ് ആണ് ഹ്യൂജ് ആയിട്ട് വരുന്നത്. പുട്ട് റൈറ്റിംഗ് 49,000 വരുന്നുണ്ട്. ആൻഡ് 49,500 നമുക്ക് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 സ്ട്രാഡിൽ ഫോർമേഷൻ വരുന്നു. 49,500 to 49,000. ബിലോ ദാറ്റ് നമ്മൾ വലിയൊരു ഹ്യൂജ് സപ്പോർട്ട് കാര്യങ്ങളൊന്നും അവിടെയൊന്നുമില്ല. 48,500 മീൻസ് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. ആൻഡ് എബോവ് 49,500 എബോവിലും നമുക്ക് നല്ല കോൾ റൈറ്റിങ്ങും കാണാനും കഴിയുന്നില്ല. ഈവൻ 50,000 മാക്സിമം കോൾ റൈറ്റിംഗ് ഉള്ളത് തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ്. ഓൾറെഡി 50,000 നമ്മൾ OA അനാലിസിസ് 50,000 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് എഫ് ഐ ഡി എ ഡാറ്റ നോക്കാം. ഇന്നലെ നമ്മൾ എഫ് ഐ ഡി എ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കിയാൽ ഇന്നലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിരുന്നു. ജസ്റ്റ് വെയിറ്റ്, ഇതിനെ നോക്കാം. ഇന്നലത്തെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണാം. അവർ ഇന്നലെ അൺവൈൻഡ് ചെയ്തത് ഇന്ന് നമുക്ക് ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് കോൾ പുട്ടും അവർ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ഒന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്. ബട്ട് സെല്ലിങ് ഇന്ന് അത്ര ഹ്യൂജ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഒ എ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഇന്ന് ബൈ ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ കോളും പുട്ടും അവർ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചേഴ്സ് ഒ എ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ സൈഡിൽ ഇത്രയും സെല്ലിങ് കഴിഞ്ഞിട്ട് എന്തോരം സെല്ലിങ് കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഒന്ന് പോസിറ്റീവിലേക്ക് വന്നേക്കണേണ്. അപ്പോൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ എഫ് ഐ എസ് പോസിറ്റീവിലേക്ക് വന്നപ്പോൾ മാർക്കറ്റ് ഫാളാവുക ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു ലാസ്റ്റത്തെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവിലേക്ക് വന്നപ്പോൾ ഫാളായിട്ടുണ്ട്. പോസിറ്റീവ് വന്നു ആൻഡ് സ്റ്റിൽ അവർ ബൈയിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, പ്രോയിൻ്റെ ഇതും കൂടി ഒന്ന് നോക്കാം. പ്രോ നോക്കുകയാണെങ്കിൽ പ്രോ നോക്കുമ്പോൾ നമുക്ക് അവർ സെല്ലിങ് വന്നിട്ടുണ്ട്. ബട്ട് മീൻസ് ലോങ്ങിലേക്ക് അവർ പുട്ട് വന്നിട്ടില്ല. അപ്പോൾ ഹ്യൂജ്ലി ബിയറിഷ് സെൻറ്റിമെൻ്റ് ഒന്നുമല്ല. ആൻഡ് അവർ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. ഇൻ ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ പ്രോയിൽ തന്നെ ഒ എ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഒ എ ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ സ്റ്റിൽ ആ ലോങ്ങൊക്കെ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മാത്രം. ലോങ്ങിലേക്ക് കോൾ ആൻഡ് പുട്ട് വന്നിട്ടില്ല. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ അവർ ലാർജ്ലി സെല്ലിങ് തുടരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ സെല്ലിങ് പ്രോ തുടരുന്നു. ഫ്യൂച്ചേഴ്സിൽ ബൈയിങ് എഫ് ഐ എസും തുടരുന്നുണ്ട്. ഒരു ഓപ്പോസിറ്റിലാണ് എഫ് ഐ എസ് ആൻഡ് എ എസ് എന്ന് പറയാം. ആൻഡ് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് ക്യാഷ് മാർക്കറ്റിൽ അവർ ജസ്റ്റ് 66 crore മാത്രം ബൈ ചെയ്തിട്ടുള്ളൂ. ആൻഡ് എ എസിൻ്റെ ഭാഗത്ത് നിന്ന് 3000+ crore അവർ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ബൈയിങ് ആണ് ഇക്വിറ്റി മാർക്കറ്റിൽ നടന്നേക്കുന്നത്. ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൽ ഒരു ഈക്വൽ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു 4 hour ടൈം ഫ്രെയിമിലും കൂടി ഒന്ന് ലാർജ് ക്വിക്കായിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് അതിന് കാരണമുണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു റാലി, അതായത് വൺസ് ഇത് ബ്രേക്ക് ചെയ്തു അല്ലേ, നമുക്ക് ബ്രേക്ക് ചെയ്തു. നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇവിടെയാണ് നമുക്ക് നല്ലൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എവിടെ വെച്ച് വേണം റിവേഴ്സ് ആവാൻ? മാർക്കറ്റ് റിവേഴ്സ് ട്രെൻഡ് വരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സിൻ്റെ മാക്സിമം ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്, ഈ ഒരു സ്വിങ് ആണ് നമുക്ക് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. റിവേഴ്സിങ് വന്നിട്ടാണെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കണം. അതായത് വൺസ് ഇതിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ നമുക്കെന്ത് ബൈയിങ് വരാൻ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ബൈയിങ് വരണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്, അതിന് മുമ്പ് ഓക്കെ ഇതിനെ ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്? ആക്ച്വലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രെൻഡ് ഉണ്ടായി, അതായത് ഒരു ഹൈ മീൻസ് ഒരു എപ്പോഴും ഉള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അവിടെ നമുക്കൊരു ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ട്രെൻഡിന് മുമ്പായിട്ടുള്ള 2 ക്യാൻഡിലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലിനെ പറയുന്ന പേരാണ് ഇംബാലൻസിങ് ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് അറിയാവുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നല്ല രീതിയിൽ അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക്. അപ്പോൾ ഈ 2 ക്യാൻഡിലും ജോയിൻ ചെയ്യാത്ത ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. വൺസ് ട്രെൻഡിങ് ആവുന്ന മാർക്കറ്റിൽ, അല്ലാണ്ട് നമ്മൾ ഇടയിലുള്ള ഗ്യാപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരു സ്ട്രൈക്ക് എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ വെച്ചാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണം വരാൻ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വന്ന് ഇവിടെ നിന്ന് വേണം എന്താണ് മാർക്കറ്റിന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ.
അതിന് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇത് ഇൻബാലൻസ് ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിനെ വന്നിട്ട് ഈ ക്യാൻഡിലിൻ്റെ അകത്തേക്ക് ഡെഫിനറ്റ്ലി മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നമുക്ക് എന്താക്കണം, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണം. ഇവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നെ വിത്ത് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ കൂടി ചെയ്താൽ 23,100 ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്യാനുള്ള നല്ല ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടെ നടക്കും. ഇതിന് ശേഷമായിരിക്കണം മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നോക്കുക. വൺസ് ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് എവിടെ നിന്ന് താഴേക്ക് പോവുക, നമുക്ക് ഈ ഒരു അബ്സല്യൂട്ട്ലി ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്താക്കണം, നമുക്ക് ഒരു ഫാൾ വരണം. ഈവൻ 22,500 കൂടി നമുക്ക് അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ 2 ബ്രേക്കിങ്ങും നടന്നാൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സായെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ നമുക്ക് എന്താക്കണം, നമുക്ക് ഒരു റിവേഴ്സിന് വേണ്ടിയുള്ള ട്രൈങ് നോക്കാം. അപ്പോൾ വൺസ് നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. അതാണ് നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് മാർക്കറ്റ് ഒരു ട്രെൻഡിലാണുള്ളത്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 22,800 എന്ന ലെവൽ നോക്കുക. 800 ലെവൽ ഇവിടെ നമുക്ക് ഒന്ന് കൺസോൾട്ടേഷൻ നോക്കാം. ഈവൻ 1 hour ടൈം ഫ്രെയിമിലാണെങ്കിലും നോക്കുക. ഇവിടെ നമുക്ക് നല്ല ഒരു ബൈയിങ് ക്യാൻഡിൽ ഫോർമേഷനും കൂടി നോക്കാം. ഈവൻ ഇവിടെ വേണമെങ്കിൽ ഒരു വിക്ക് വന്നേക്കാം. ഓൾറെഡി ഈ വിക്ക് കയറിയിട്ട് ഒരിക്കലും ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡൊന്നും പോയി എടുക്കരുത്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഉള്ള ട്രേഡ് മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ അതായിരിക്കണം മാക്സിമം ഉള്ളത്. ഞാൻ ലൈവിലുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എന്തായാലും ലൈവിൽ ഡിസ്കസ് ചെയ്ത് തരാം. നമുക്ക് അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ആ ഒരു ക്യാൻഡിൽസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് എവിടെയാണ്, ബാങ്ക് നിഫ്റ്റിക്ക് എവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത്? ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് എന്നാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ 49,800 എന്നുള്ള നല്ലൊരു സപ്പോർട്ടാണുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് മാക്സിമം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാക്സിമം സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചേക്കുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ ആയിരിക്കണം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈവൻ 48,800 എന്ന ലെവൽസിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പുൾ ബാക്കാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് ബാങ്ക് നിഫ്റ്റിക്ക് ഇത് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി ഇത് നല്ലൊരു ട്രെൻഡ് ആണെങ്കിലും ഇതൊന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ ഒരു ലെവൽസിനെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണാം. ഇവിടെ വന്നിട്ടും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയും ഒരു മേളിലേക്ക് പോവാം. അപ്പോൾ വൺസ് ഇവിടെ മാർക്കറ്റ് ഫോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലെവൽസാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റീനെ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ലെവൽസിൽ നോക്കുക. അതായത് 48,500 എന്ന ലെവൽസും ബിറ്റ്വീൻ 48,000 അല്ല, ഈ 2 ലെവൽസിലായിരിക്കണം ബാങ്ക് നിഫ്റ്റി ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ മാക്സിമം ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ലെവൽസിലേക്ക് വന്നാൽ അവിടെ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുക. വെറുതെ ചാടിക്കയറി അവിടെ വരുമ്പോൾ തന്നെ എടുക്കാനുള്ളതല്ല. ഈവൻ 1 hour ടൈം ഫ്രെയിമിൽ അറ്റ്ലീസ്റ്റ് 1 hour ടൈം ഫ്രെയിമിൽ നോക്കുക നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്താലും മതി. അതായത് ഇത് കണ്ടില്ല, നമുക്ക് നല്ലൊരു ഇവിടെ നിന്ന് ബ്രേക്ക് തന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എന്താ പറയുക, നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബോ അല്ലെങ്കിൽ മാക്സിമം ആൾക്കാരെ ഔട്ടാക്കലോ തന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ തന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കേടാം. ഇത് 4 hour ടൈം ഫ്രെയിമാണ്. ഈവൻ 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നോക്കാം. അവിടെ നിന്ന് നല്ലൊരു ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ലൈവ് മാർക്കറ്റിലും ആൻഡ് ടെലിഗ്രാം ചാനലിന് ലൈവ് മാർക്കറ്റിലും വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ടെലിഗ്രാം ചാനലിൽ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾ ടെലിഗ്രാം ചാനലിലെങ്കിലും അറ്റ്ലീസ്റ്റ് ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ലെവൽസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ആൻഡ് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങൾ പറഞ്ഞു. ഓൾറെഡി നമ്മൾ ആ ലെവൽസിൽ വന്ന് അവിടെ നിന്നുള്ള റിവേഴ്സാണ് നമ്മൾ മാക്സിമം എടുക്കാനും നോക്കേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ചൊന്ന് ലോങ് ആയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ലാസ്റ്റൊക്കെ എന്തായാലും കാണാനും ശ്രമിക്കുക. ബിക്കോസ് എനിക്കറിയില്ല ഇങ്ങനെ ആരെയൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സപ്പോർട്ട് തരാം. ഈവൻ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് തരാം. വൺസ് മാർക്കറ്റ് തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ തിരിയണതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ട് തന്നാൽ നമുക്ക് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇവൻ ക്ലാസ് എടുക്കാം, അനാലിസിസ് എങ്ങനെയൊക്കെ നടത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ നോക്കുന്നത്. എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.